മാർബിൾ ആണെന്ന് പറഞ്ഞാൽ ഫൈൻ പൗഡേഴ്സ് പോലെ കാണപ്പെടുന്നത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ മാത്രം അത് അതിന്റെ സറൗണ്ടിങ്സിലേക്ക്. ലോ ടൈഡിന്റെ സമയത്ത് ഇവരെന്ത് ചെയ്യും? എയറിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ കാടുകൾ അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിൽ കോറൽ റീഫ്സിനെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ കണ്ടൽക്കാടുകളെ പലരും ഈ ചെളിയിൽ വളരുന്ന ഒരു സസ്യം മാത്രമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. പക്ഷേ അത് ആക്ച്വലി ഒരു ബയോളജിക്കൽ മാർബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എക്സ്ട്രീം സലാനിറ്റിയിൽ വളരുന്ന ചെടികൾ ആ ഒരു സലാനിറ്റി കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. എക്സ്ക്ലൂഡേഴ്സും എക്സ്ക്രീറ്റേഴ്സും ഇത് രണ്ട് എക്സാമ്പിൾസ്. അതായത് പ്ലാന്റിൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളത്തോടൊപ്പമുള്ള സോൾട്ട് കണ്ടന്റ് അതിൻ്റെ സ്കിന്നിൽ വെച്ച് തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എക്സ്ക്ലൂഡേഴ്സ്. അതേപോലെ പ്ലാന്റ് ബോഡിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുന്ന സോൾട്ട് കണ്ടന്റ് ഗ്ലാൻഡ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് എക്സ്ക്രീറ്റേഴ്സ്. നമ്മുടെ കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത് എക്സ്ക്രീറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അതായത് ഇതിൻ്റെ ലീവ്സിലാണ് നമ്മുടെ ഈ ഗ്ലാൻഡ്സ് കാണപ്പെടുക. ചില സമയങ്ങളിൽ ലീവ്സിൽ ഫൈൻ പൗഡേഴ്സ് പോലെ കാണപ്പെടുന്നത് ഈ എക്സ്ക്രീറ്റ് ചെയ്യുന്ന സോൾട്ടാണ്. സാധാ പ്ലാന്റുകളുടെ കേസിൽ അവർ സീഡ്സ് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. പക്ഷേ മാംഗ്രൂവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മളെ കണ്ടൽ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മദർ പ്ലാന്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ മാത്രം അത് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിലത്തേക്ക് വീഴുള്ളൂ. സാധാരണ ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേരുകൾക്ക് എയറേഷൻ കുറഞ്ഞ സാഹചര്യങ്ങളിലാണ് കണ്ടൽ ചെടികൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ് കൂടിയ ചളി നിറഞ്ഞ ഇത്തരം സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് പറയുന്ന ഇത്തരം വേരുകൾ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ന്യൂമാറ്റോഫോർസിൽ ചെറിയ പോർസ് കാണാൻ സാധിക്കും. ഇതാണ് ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. ഈ ലെൻഡിസെൽസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ലോ ടൈഡിന്റെ സമയത്ത് ഇവരെന്ത് ചെയ്യും? എയറിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ഹൈ ടൈഡിന്റെ സമയത്ത് ഇത് ഈ ഏരിയ മൊത്തം വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവർ ഈ എയർ യൂസ് ചെയ്ത് സർവൈവ് ചെയ്യും. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ കാടുകൾ അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ ഈ കണ്ടൽക്കാടുകൾക്ക് അത്തരം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനേക്കാളും കൂടുതൽ 4 മടങ്ങ് വരെ കാർബണിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. തീരദേശത്ത് കാണപ്പെടുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റിപ്പണഞ്ഞ വേരുകൾക്ക് അതിശക്തമായ തിരമാലകളെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് ഒരുതരം നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ഫിൽട്ടറുകളാണ്. ഇത് റിവർ വാട്ടറിലുള്ള സെഡിമെന്റ്സിനെ ട്രാപ്പ് ചെയ്യുന്നു. അതുപോലെ ഹെവി മെറ്റൽസിനെയും പൊല്യൂട്ടൻസിനെയും ഒക്കെ അബ്സോർബ് ചെയ്തുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള കോറൽ റീഫ്സിനെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു.